കഥ പലായനം. രചന വിദ്യ. ശബ്ദം ജയശ്രീ. രാധിക ഗാസയിലെത്തിയിട്ട് ഇന്നേക്ക് 2 വർഷം പൂർത്തിയാവുന്നു. നഗരത്തിലെ ശവമണക്കുന്ന കാറ്റും പച്ചമാംസം ചിതറിക്കിടക്കുന്ന റോഡുകളും അവൾ എന്തോ ചിന്തിച്ചു. പലായനത്തിന്റെ കരിമേഘങ്ങൾ അവൾക്ക് മീതെ നീങ്ങുന്നു. രാധികയുടെ കാലുകൾ തളർന്നിരുന്നു. ചുറ്റും ചിതറിക്കിടക്കുന്ന കല്ലുകൾക്കും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കും ഇടയിലൂടെ അവൾ ഓരോ ചുവടും വെച്ചത് മരവിപ്പോടെയാണ്. ഗാസയിലെ ആ തെരുവുകളിൽ ഇപ്പോൾ ശബ്ദങ്ങളില്ല. പകരം വായുവിൽ തങ്ങി നിൽക്കുന്ന ഇരുമ്പ് തുരുമ്പിന്റെയും കരിഞ്ഞ മാംസത്തിന്റെയും അസഹ്യമായ ഗന്ധം മാത്രം. 2 വർഷം മുൻപ് ഒരു സന്നദ്ധ പ്രവർത്തകയായി ഇവിടെ എത്തുമ്പോൾ അവളുടെ ഉള്ളിൽ പ്രത്യാശയുടെ ഒരു തിരിനാളമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കണ്ണുകളിൽ ബാക്കിയുള്ളത് വെറും ശൂന്യതയാണ്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകളുടെ മുരൾച്ച അവളുടെ കാതുകളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അത് മരണത്തിന്റെ ദൂതന്മാരെ പോലെ അവളെ നോക്കി പരിഹസിച്ചു. പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു നിലവിളി ഉയർന്നത്. അതൊരു കുഞ്ഞിൻ്റെതായിരുന്നു. പൊടിപടലങ്ങൾക്കിടയിലൂടെ അവൾ ആ ശബ്ദം ലക്ഷ്യമാക്കി നീങ്ങി. തകർന്നു വീണ ഒരു വലിയ കെട്ടിടത്തിന്റെ നിഴലിൽ രക്തം പുരണ്ട കുപ്പായമിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവളുടെ കയ്യിൽ പകുതി കരിഞ്ഞ ഒരു പാവക്കുട്ടി മാത്രം ബാക്കി. രാധിക അവളുടെ അരികിലേക്ക് ചെന്നു. സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നു. കൈ നീട്ടി അവളെ തൊടാൻ തുനിഞ്ഞപ്പോൾ രാധിക സ്വന്തം കൈകളിലേക്ക് നോക്കി. ആ കൈകളിൽ വിറയലുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവൾ കണ്ട കാഴ്ചകൾ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, മരുന്നില്ലാതെ പിടയുന്ന ജീവനുകൾ എല്ലാം അവളുടെ മനസ്സിനെ കരിങ്കല്ല് പോലെ ഉറപ്പിച്ചിരിക്കുന്നു. നമുക്ക് പോകണം, രാധിക പതുക്കെ മന്ത്രിച്ചു. എങ്ങോട്ടെന്നില്ലാത്ത ആ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. കരിമേഘങ്ങൾ ആകാശത്തെ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. മഴ പെയ്യുമോ അതോ ഇനിയും തീമഴ പെയ്യുമോ എന്നുറപ്പില്ലാത്ത ആ ഉച്ചനേരത്ത് ഒരു കൂട്ടം മനുഷ്യരോടൊപ്പം അവൾ തെക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടന്നു. ഓരോ ചുവടിലും അവൾ ഉപേക്ഷിച്ചു പോകുന്നത് അവളുടെ പഴയ ജീവിതത്തിന്റെ ഓർമ്മകളാണ്. മുന്നിൽ നീളുന്ന ആ റോഡ് മരണത്തിലേക്കാണോ അതോ അതിജീവനത്തിലേക്കാണോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും ആ കുഞ്ഞിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് രാധിക നടന്നു. ഗാസയുടെ ആകാശത്ത് അപ്പോഴും മരണത്തിന്റെ മണമുള്ള കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആ കുഞ്ഞിന്റെ കൈകൾ രാധികയുടെ വിരലുകളിൽ മുറുകെ പിടിച്ചിരുന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ആ കുഞ്ഞു വിരലുകൾ രാധികയുടെ ഉള്ളിലെ മാതൃത്വത്തെ ഉണർത്തി. താൻ ഇത്രയും കാലം കണ്ടു ശീലിച്ച ലോകമല്ല ഇതെന്നും ഓരോ നിമിഷവും മരണത്തോടുള്ള മത്സരമാണെന്നും അവൾക്ക് തോന്നി. നിന്റെ പേരെന്താ മോളെ? രാധിക ചോദിച്ചു. കുട്ടി മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ദൂരെയുള്ള പുകപടലങ്ങളിലായിരുന്നു. ഒരുപക്ഷെ ആ പുകയ്ക്കുള്ളിൽ അവൾ തന്റെ വീടും മാതാപിതാക്കളെയും തിരയുകയാവാം. സംസാരശേഷി പോലും നഷ്ടപ്പെട്ട ആ കുഞ്ഞിന്റെ നിശബ്ദത രാധികയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് വീണ്ടും ആ ഇരമ്പൽ കേട്ടത്. വെളുത്ത പുക വമിപ്പിച്ചുകൊണ്ട് മിസൈലുകൾ ആകാശത്ത് വരകൾ തീർത്തു. ഓടിക്കോ, എല്ലാവരും മാറിക്കോ, ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. രാധിക ആ കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്തു. തകർന്നു വീണ ഒരു കോൺക്രീറ്റ് മതിലിന്റെ മറവിലേക്ക് അവൾ കുതിച്ചു. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തെ മൂടി. ശ്വാസം കിട്ടാതെ അവൾ ചുമച്ചു. കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത വിധം ഇരുട്ട് പടർന്നു. തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് രാധികയ്ക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അത് അതിവേഗം മിടിക്കുകയാണ്. പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, അവൾ ആ കുഞ്ഞിന്റെ കാതിൽ മന്ത്രിച്ചു. പക്ഷേ ആ വാക്കുകളിൽ അവൾക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു. പുകയടങ്ങിയപ്പോൾ അവർ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. അല്പം മുൻപ് അവർ നടന്നു നീങ്ങിയ ആ വഴി ഇപ്പോൾ വെറും ചാരക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, തല ചായ്ക്കാൻ ഒരിടമില്ല. ചുറ്റുമുള്ള മനുഷ്യരുടെ കണ്ണുകളിൽ പ്രത്യാശയല്ല, മറിച്ച് അടുത്ത നിമിഷം തങ്ങൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന ഭയം മാത്രമായിരുന്നു. രാധിക തന്റെ ബാഗ് പരിശോധിച്ചു. അതിൽ അവശേഷിക്കുന്നത് ഒരു കുപ്പി വെള്ളവും
പകുതി തകർന്ന ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും മാത്രം. അവളത് ആ കുഞ്ഞിന് നേരെ നീട്ടി. വിശപ്പിനേക്കാൾ ഉപരിയായി ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ കണ്ടത് സുരക്ഷിതമായ ഒരിടത്തിനു വേണ്ടിയുള്ള ദാഹമായിരുന്നു. ദൂരെ അതിർത്തിക്കപ്പുറത്തെ വെളിച്ചം നോക്കി രാധിക ഒരു നിമിഷം നിന്നു. ഒരു സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ അവൾക്കിവിടെ ഇനിയും ജോലികൾ ബാക്കിയുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ സുരക്ഷിതമാക്കാതെ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാധിക ആ കുഞ്ഞിനെയുമായി ഒരു താൽക്കാലിക അഭയ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ ആ പിഞ്ചുബാല്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ മാത്രമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. യാത്ര തിരിക്കാൻ നേരം ആ കുട്ടി രാധികയുടെ വിരലുകളിൽ മുറുകെ പിടിച്ചു. ആ കണ്ണുകളിൽ ഭയത്തിനു പകരം നന്ദിയും നേരിയൊരു പ്രത്യാശയും തിളങ്ങുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി താൻ കണ്ട ദുരന്ത കാഴ്ചകൾക്കിടയിൽ ഈ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു രാധികയ്ക്ക് ഇനിയും മുന്നോട്ടു പോകാൻ. മരണഗന്ധമുള്ള കാറ്റിനെ വകഞ്ഞുമാറ്റി അവൾ വീണ്ടും ആ നഗരത്തിന്റെ ഇടവഴികളിലേക്ക് നടന്നു. കരിമേഘങ്ങൾക്കിടയിലൂടെ നേർത്തൊരു സൂര്യപ്രകാശം മണ്ണിൽ പതിക്കുന്നുണ്ടായിരുന്നു. നാശത്തിന്റെ ചാരത്തിൽ നിന്നും അതിജീവനത്തിന്റെ പുതിയൊരു നാമ്പ് മുളയ്ക്കുമെന്ന് രാധിക ഉറച്ചു വിശ്വസിച്ചു.